നമസ്കാരം. ഇന്നത്തെ വീഡിയോ ചേമ്പ് ചിപ്സ് ഉണ്ടാക്കുന്നതാണ്. ഇതിനു വേണ്ടി 2 ചേമ്പ് എടുത്തിട്ടുണ്ട്. ഇത് വലിയ ടൈപ്പ് ചേമ്പാണ്, ചെറുചേമ്പല്ല. രണ്ടും കൂടി 400 ഗ്രാം ഉണ്ട്. ഇത് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം തൊലി ചെത്തി മാറ്റാം. ചേമ്പ് ഉപയോഗിച്ച് പലതരത്തിലുള്ള കറികൾ ഉണ്ടാക്കാറുണ്ട്. മോരുകറി, മസാലക്കറി, പുഴുക്ക്, തോരൻ, അങ്ങനെ പല രീതിയിലും ചെയ്യാറുണ്ട്. പക്ഷേ ചിപ്സ് ഉണ്ടാക്കുന്നത് വിരളമാണ്. ഇവിടെ ചെയ്യുന്ന മെത്തേഡ് പ്രകാരം വളരെ ഈസിയായി ചിപ്സ് ഉണ്ടാക്കാൻ സാധിക്കും. ഉണ്ടാക്കി കഴിഞ്ഞാൽ ചേമ്പ് ചിപ്സ് ആണെന്ന് മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിക്കില്ല. ചേമ്പ് കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ധാരാളം പൊട്ടാസ്യം ഇതിലടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ ഇ, B6 എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ഫൈബറും ധാരാളമുണ്ട്. ഇപ്പോൾ എല്ലാം തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. വട്ടത്തിലാണ് ഇവിടെ അരിയുന്നത്. നല്ലപോലെ കനം കുറച്ചാൽ നല്ല ക്രിസ്പായി കിട്ടും. സ്ലൈസറിൽ വെച്ച് കഷ്ണങ്ങളാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ വഴുവഴുപ്പുള്ളതുകൊണ്ട് തെന്നി മാറാൻ സാധ്യതയുണ്ട്. ഇതുപോലെ കനം കുറച്ച് അരിയണം. ഇത്രയും കനത്തിൽ അരിയണം. ഈ കഷ്ണങ്ങളെല്ലാം ഇനി ഉപ്പുവെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒരു പാത്രത്തിൽ ഒഴിക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കണ്ട. ഇതിലേക്ക് 1.5 ടീസ്പൂൺ പൊടിയുപ്പ് ചേർത്ത് കലക്കി വയ്ക്കണം. പൊടിയുപ്പ് 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. കഷ്ണങ്ങൾ ഈ ഉപ്പുവെള്ളത്തിൽ ഇട്ട് കൊടുത്ത് ഇളക്കി വയ്ക്കണം. എല്ലാ കഷ്ണങ്ങളും ഒന്നിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഇളക്കാം. 15 മിനിറ്റ് സമയം ഉപ്പുവെള്ളത്തിൽ തന്നെ കിടക്കട്ടെ. അരിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ കഴുകേണ്ട ആവശ്യമില്ല. വഴുവഴുപ്പ് കൂടും. ഇതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിൽ ഒഴിച്ച് വെള്ളം മാറ്റാം. വെള്ളം മാറ്റി എടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളിലെ വെള്ളം നല്ലപോലെ വാർന്നു. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1/4 ടീസ്പൂൺ പൊടിയുപ്പും ചേർത്ത് കൈകൊണ്ട് നല്ലപോലെ യോജിപ്പിക്കാം. വറുത്ത അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഈ രീതിയിൽ ചെയ്താൽ വറുത്ത് കഴിയുമ്പോൾ ഇത് നല്ലപോലെ മൊരിഞ്ഞു കിട്ടാനും പാകത്തിന് ഉപ്പ് പിടിക്കാനും നല്ലതാണ്. എല്ലാം നന്നായി യോജിപ്പിച്ച് വയ്ക്കണം. ഇനി വറുക്കാനുള്ള പാൻ സ്റ്റവിൽ വയ്ക്കാം. ചൂടായാൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ലപോലെ ചൂടായ ശേഷം പുരട്ടി വെച്ച കഷ്ണങ്ങൾ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എണ്ണയിൽ ഇളക്കാൻ പാകത്തിന് മാത്രമേ കഷ്ണങ്ങൾ ഇടാവൂ. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അരിപ്പൊടി ചേർക്കുന്നത് കൊണ്ട് ഒട്ടും തന്നെ കുഴഞ്ഞു പോവില്ല. ഇപ്പോൾ കുറേശ്ശെ മൊരിഞ്ഞു വരുന്നുണ്ട്. നല്ലപോലെ മൊരിഞ്ഞാൽ കോരി എടുക്കാം. എരിവ് ആവശ്യമെങ്കിൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ചൂടോടെ ഇളക്കി കൊടുക്കണം. കോരി എടുത്തതിന് ശേഷമാണ് മുളക് പൊടി ചേർക്കുന്നത്. ചൂടോടെ ആകുമ്പോൾ മുളക് പൊടി വേഗം തന്നെ ഇതിൽ പറ്റിപ്പിടിക്കും. അതുകൊണ്ട് കോരി എടുത്തതിന് ശേഷം വളരെ കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. ഇതിലേക്ക് പെട്ടെന്ന് തന്നെ എരിവ് പിടിക്കും. ഇവിടെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം.
ബാക്കിയുള്ള കഷ്ണങ്ങൾ എല്ലാം ഇതുപോലെ വറുത്തെടുക്കാം. നേരത്തെ ഉപ്പുവെള്ളത്തിൽ 15 മിനിറ്റ് ഇടുന്നത് കൊണ്ട് ഇതിൽ പാകത്തിന് ഉപ്പ് ഉണ്ടായിരിക്കും. കൂടാതെ അരിപ്പൊടി ചേർക്കുമ്പോഴും 1/4 ടീസ്പൂൺ ഉപ്പുപൊടി ഇടുന്നുണ്ട്. അതുകൊണ്ട് വറുത്ത കഷ്ണങ്ങളിൽ പാകത്തിന് ഉപ്പുണ്ടായിരിക്കും. ചേമ്പിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് അരിപ്പൊടിയുടെയും ഉപ്പിൻ്റെയും അളവിൽ വ്യത്യാസം വരുത്തണം. താങ്ക് യു.